ആ പെണ്ണിന്റെ കൂടെ ഉണ്ട് നന്ദേട്ടൻ. ഏത് പെണ്ണിന്റെ കൂടെ? ഇസബെല്ല. ഇസബെല്ലയ്ക്കൊപ്പോ? ആ, അവളുടെ കൂടെ തന്നെ. നന്ദന ഇസബെല്ല ഇപ്പൊ എവിടെയുണ്ട്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ വെച്ച് തന്നെ നന്ദേട്ടന് ഗിരീഷേട്ടൻ ഒരെണ്ണം പൊട്ടിക്കണം. അവരൊരുമിച്ച് ഉള്ളതെന്നതിന് തെളിവ് വല്ലതും കിട്ടിയോ? കിട്ടി. എനിക്ക് മാത്രമല്ല, ചേച്ചിക്കും കിട്ടി. ചേച്ചിയുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗിരീഷേട്ടാ. ചേച്ചിയും കുറച്ചൊക്കെ ബോൾഡ് ആയിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് വഞ്ചിക്കാണെന്ന് അറിഞ്ഞിട്ടും ചേച്ചിക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ വേണ്ടാത്തയാളെ എനിക്കും വേണ്ടാന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരേ മനസ്സല്ലല്ലോ ശരിക. സത്യത്തിൽ നന്ദ വീട്ടിലില്ലെന്ന് അറിഞ്ഞതുപോലെ ഞാൻ അതിന്റെ പിന്നാലെ തന്നെ അവൻ അന്വേഷിക്കുക. എന്തായാലും എന്റെ അന്വേഷണങ്ങൾക്ക് ഫലം കിട്ടി. നന്ദേട്ടൻ ഇസബെല്ലയുടെ പിടിയിലാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾക്ക് നമ്മൾ അത്രയ്ക്ക് വില കൊടുക്കേണ്ട ശരിക. മീഡിയയിൽ വന്ന വാർത്ത അല്ല ഗിരീഷേട്ടാ, ഞാൻ കണ്ടുപിടിച്ചതാ. തെളിവോടെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ദേവികയോട് നിനക്കുള്ള ആത്മാർത്ഥതയും സ്നേഹവും എത്രത്തോളാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ശരിക. ധൈര്യമായിട്ടിരിക്കെ. നന്ദന് വേണ്ടി ഞാനും ശക്തമായിട്ട് തന്നെ അന്വേഷിക്കും. പക്ഷേ അത് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവരുത്. ഡിവോഴ്സ് വാങ്ങി എന്നേക്കുമായി മാറ്റാനായിരിക്കണം.